ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭ 10 ദിവസങ്ങളിലായി നടത്തിവരാറുള്ള പുഷ്പോത്സവം ഇത്തവണ ഏപ്രിലിൽ നടത്താൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. കരാറെടുക്കാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പുഷ്പോത്സവം ഏപ്രിലിലേക്ക് മാറ്റുന്നതെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചു. എന്നാൽ പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് നഗരസഭയുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഉത്സവം തുടങ്ങാൻ 5 ദിവസം മാത്രം ശേഷിക്കെയാണ് ഇക്കാര്യം അജണ്ടയിൽ വരുന്നത്. സംഘാടക സമിതി രൂപീകരിക്കുന്നതിന് മുമ്പ് പുഷ്പോത്സവം വിഷയം കൗൺസിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ചൂണ്ടിക്കാട്ടി. അവധിക്കാലമായതിനാൽ ഏപ്രിൽ മാസത്തിൽ വലിയ തിരക്കാണ് ഗുരുവായൂരിൽ അനുഭവപ്പെടുക. ഈ സമയത്ത് നഗരസഭയുടെ പാർക്കിംഗ് ഗ്രൗണ്ട് അടച്ചുകെട്ടി പരിപാടി നടത്തുമ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാകാതെ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നിലവിലെ പാർക്കിംഗ് അപര്യാപ്തത മൂലം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഗുരുവായൂരിൽ എത്താൻ മടിക്കുകയാണെന്നും ഉദയൻ പറഞ്ഞു. ഉത്സവ സമയത്ത് തന്നെ പുഷ്പോത്സവം നടത്താത്തതിനെ BJP കൗൺസിലർ ശോഭ ഹരിനാരായണൻ വിമർശിച്ചു. മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസുകൾ ഗുരുവായൂരിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ നഗരസഭ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സ്പെഷ്യൽ കൗൺസിൽ വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. TC വിനോസ്, ഗുരുവായൂർ.